ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിഡിയിലും ബർഗർ സാൻഡ്വിച്ചാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബർഗർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇന്ന് നമ്മൾ ഫ്രൈ ഐറ്റംസ് അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ബർഗർ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗൾക്ക് ഞാൻ ചെറിയൊരു ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, ചെറിയൊരു പീസ് ക്യാബേജും നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ഹാഫ് പീസ് ക്യാരറ്റും അതും ചോപ്പ് ചെയ്തിട്ടുണ്ട് നൈസായിട്ട് തന്നെ, പിന്നെ ചെറിയൊരു പീസ് തക്കാളി ഇതുപോലെ എടുത്തിട്ട് സ്ലൈസ് ചെയ്തിടുക, പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് ക്യാപ്സിക്കം അതും ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇടുക കേട്ടോ. അതിനുശേഷം ഇതൊന്ന് ഫോർക്ക് വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹെൽത്തി ആയിട്ടുള്ളൊരു ബർഗർ സാൻഡ്വിച്ചാണ് കേട്ടത്. നമ്മൾ വെജിറ്റബിൾസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കോൺ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമില്ല. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മയോണൈസ് ആണ് ചേർക്കേണ്ടത്. നമുക്ക് ഹോം മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ അപ്പോൾ അത് റെഡിമെയ്ഡാണ് ചേർക്കുന്നത് കേട്ടോ. അത് ആദ്യം ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫോർക്കാണ് യൂസ് ചെയ്യുന്നത്. ഫോർക്കാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. സ്പൂണാട്ടി പെട്ടെന്ന് എനിക്ക് ഫോർക്കാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. അപ്പം ഞാൻ അധികം ഫോർക്ക് വെച്ചിട്ടാക്കുക. അപ്പോൾ അത് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി മൈനസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ച് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് മൈനോസ് കുറച്ച് കൂടുതൽ വേണ്ട, അതായത് ക്രീമി ആയിട്ട് വേണം അതിൻ്റെ ഫില്ലിങ് കിട്ടാൻ. അപ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. അതും ഇതുപോലെ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം ബാക്കി ഒഴിച്ച് കൊടുത്താൽ മതി. അതും നന്നായിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത്, അതായത് നമുക്ക് ആ വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ട് മിക്സ് ആവണം. അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരിക്കണം, അതേപോലെ ആവണം. അതിനൊന്നിട്ട് എടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചിട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം കുറച്ചും കൂടി കെച്ചപ്പ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ചാണ് ഒഴിച്ച് കൊടുത്തത്, പിന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ടീസ്പൂൺ കണക്കൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു നമ്മൾ കൈയളവില്ല അതിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇതിന് അളവൊന്നും വേണ്ട, കാരണം നമുക്ക് ഇതൊരു ക്രീമി ആയിട്ട് ഇതേപോലെ ഒക്കെ ഉണ്ടാകും. അതാകുമ്പോൾ ആ വെജിറ്റബിൾസിനായിട്ടൊക്കെ നല്ല നമ്മൾ ഷവർമ്മയുടെ ഫില്ലിംഗ് ഒക്കെ ഇല്ലേ, ഷവർമ്മയുടെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ ആ ഫില്ലിങ് വേണം കേട്ടോ. അത് ആ വെജിറ്റബിൾസ് നല്ല സെറ്റായിട്ട് ആ മൈനോസും കെച്ചപ്പൊക്കെ നല്ല സെറ്റായിട്ടിരിക്കണം, അതേപോലെ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബർഗർ ബൺ എടുക്കുക. ഈ ബർഗർ 3 പീസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ട് നമുക്കത് ഫില്ലിംഗ് എങ്ങനെ തേക്കാൻ നോക്കാം കേട്ടോ. ആദ്യത്തെ പീസ് നമുക്ക് ഫില്ലിംഗ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ട് ഇനി നമുക്കിതാ അടുത്ത പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പീസാണെങ്കിൽ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ബ്രെഡിനൊക്കെ വെക്കില്ല, അതേപോലെ വെച്ചാൽ മതി. ഇത് 3 പീസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ പീസ് വെച്ചിട്ട് അതിലും ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. രണ്ടാമത്തെ പീസിലും ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെക്കുന്നു വേണ്ട, ഒരു സ്പൂൺ ആക്കി എടുത്ത് വെച്ചാൽ മതി. ഇനി അതിന് ശേഷം മറ്റേ ബണ്ണ് വെച്ചിട്ട് അതൊന്നാമത്തൊന്ന് സെറ്റായി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തത് എടുത്തിട്ട് രണ്ടാമത്തെ ബർഗർ ബണ്ണ് എടുക്കുക. ഇതേപോലെ പരത്തി വെച്ച് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ പീസ് എടുക്കുക, അതിലും ഇതേപോലെ തന്നെ നന്നായിട്ട് ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ വെക്കാം കേട്ടോ. അതിലും വെക്കുക. ഇനി ആ മേലത്തെ പീസ് എടുത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇപ്പോൾ ഞാനൊരു 5 ബർഗർ ബണ്ണ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 5 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, 5 ആക്കി വെച്ചിട്ട് നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ ഇതൊരു ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റായതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതേ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് ബട്ടർ കുറച്ച് കൂടുതലും കുഴപ്പമില്ല. അത് ആ ഫ്രൈ ആകുമ്പോൾ ആ ഒരു ബണ്ണ് ഒരു ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ബട്ടറിൽ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല രസമുണ്ടാണ് ആ ബണ്ണ് കഴിക്കാൻ. ഇപ്പോൾ അതൊന്ന് വെച്ച് ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകില്ല കേട്ടോ, കാരണം ആ ഫില്ലിങ് ക്രീമി ആയിട്ട് അങ്ങനെ ഇതായിട്ടിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്നില്ല. അപ്പോൾ അത് മറ്റേത് ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റൊക്കെ അത് വെച്ചാൽ മതി കേട്ടോ. ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം, കൂട്ടി വെക്കരുതിട്ടോ. അപ്പോൾ ആ ബണ്ണൊക്കെ അത് കരിയെ മീഡിയത്തിൽ വെക്കണം. അത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ബട്ടർ കുറച്ച് കൂടുതൽ വെച്ചെടുക്കുക. അപ്പോൾ അത് ബട്ടർ കൂടുതൽ കഴിക്കണമെന്ന് കുട്ടികൾക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ഒന്ന് ഫ്രൈ ആയി കിട്ടും. അതൊന്ന് ആ ബണ്ണൊക്കെ ഒന്ന് ഫ്രൈ നല്ല രസമാണ് കഴിക്കുന്ന സമയത്ത്. ഇതേപോലെ മറിച്ചിടുക, ചെറുതായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക, എടുക്കുക. അത്രയേ ഉള്ളൂ. എളുപ്പമാണ് ഉണ്ടാക്കാനൊക്കെ. മെല്ലെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
രണ്ട് സൈഡ് ഇതേപോലെ മറിച്ചിടുമ്പോൾ രണ്ടും മെല്ലെ ഇതേപോലെ പ്രസ് ചെയ്ത് അമർത്തി വല്ലാതെ അമർത്തരുതേ, പ്രസ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഞാൻ 5 എണ്ണം ഫ്രൈ ആക്കി ഇതേപോലെ എടുത്തിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട്, മേലൊക്കെ ക്രിസ്പിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല രസമാണ്, കാരണം ഹെൽത്തി അല്ലേ, എണ്ണയിൽ മുക്കി പൊരിക്കുന്നൊന്നുമില്ല. നമുക്ക് ബട്ടർ കുറച്ച് വേണ്ടി കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇതൊക്കെയാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ അതാ ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. നല്ല ആ ചൂടോടെ കഴിക്കുമ്പോൾ തന്നെ നല്ല രസമാണ്, മുരിമുരി പോലെ ഉണ്ടാവും മേലൊക്കെ, ആ മേൽഭാഗം കാര്യങ്ങളൊക്കെ ഇട്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ചിക്കൻ ഷവർമ കഴിക്കുന്ന ഫീലിംഗ് ആണ് കഴിക്കുമ്പോൾ, അതേ ടേസ്റ്റ് ആണ് കിട്ടുക. അപ്പോൾ ചിക്കൻ ഇല്ലാതെ തന്നെ വെജിറ്റബിൾസ് ഹെൽത്തി അല്ലേ, അപ്പോൾ നല്ല കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഈ ഓയിലി ഫുഡ് തന്നെയല്ലേ ഇപ്പോൾ ഈ കഴിക്കുന്നത്, സ്നാക്കായിട്ടും എല്ലായിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു ഈവനിങ് ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാതെ സമയത്ത് നമുക്ക് ഇതേപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഈസിയാണ്. ഇനിയും ഒരു ബർഗർ ബണ്ണും വെജിറ്റബിൾസ് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു ചിക്കൻ ഷവർമ കഴിച്ച ടേസ്റ്റ് തന്നെ ഉണ്ടാവുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.